വീടിനെ കുറിച്ച് നീ പട്ടിണി കിടന്നിട്ട് ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തപ്പോ ജിബ്രീൽ ഖുർആനിന്റെ ആയത്തുമായി വന്നു. വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة. ഇന്നലെ ഖുർആനിൽ ആയത്തിറങ്ങി തൽഹ, നിന്റെ വീടിനെ കുറിച്ച് ഖുർആനിൽ ആയത്തിറങ്ങി. എന്നിട്ട് നബി തങ്ങൾ പറയുകയാ, സുബഹി വരെ തിരക്കായിരുന്നു, സുബഹി വരെ തിരക്കായിരുന്നു. ആകാശലോകത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വന്നു. തൽഹ, സദക്ക കൊടുത്തിട്ട് കിടക്കുന്ന നിന്റെ വീട് കാണാ. ആകാശലോകത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വന്നെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ഓരോ കുട്ടികളുടെയും ആഗ്രഹം അത് തന്നെയാണ്. ഈ വയല് കേൾക്കാൻ പെയ്യുന്ന മഴയ്ക്കകത്ത് പടച്ചവനെ കഷ്ടപ്പെട്ടുകൊണ്ട് വയല് കേൾക്കാൻ വന്നിരിക്കുന്ന ഉമ്മയുടെ ആഗ്രഹം എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഈ നന്മയ്ക്ക് പകരം നീ എനിക്ക് സ്വർഗം തരണേ തമ്പുരാന്. നമുക്ക് സ്വർഗത്തോട് വല്ലാത്ത ആഗ്രഹമാണ്. ആ സ്വർഗത്തിൽ പോകാൻ നമ്മൾ കഷ്ടപ്പെടുന്നവരാ, ദുആ ചെയ്യുന്നവരാ, പരിശ്രമിക്കുന്നവരാ. എന്ത് കാര്യം ചെയ്താലും ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാലും നമ്മൾ ചോദിക്കുന്നത് ഇതിന് പകരം നീ സ്വർഗം തരണേ അല്ലാഹ്. നമ്മൾ പടച്ചവനോട് സ്വർഗം ചോദിക്കുന്നവരാ. എന്നാൽ ഈ വയലുകൾക്കാൻ ഈ പള്ളിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് പടച്ചവനെ 3 വഖത്ത് നമസ്കാരം കഴിഞ്ഞല്ലോ. ഈ പള്ളിയുടെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മന്നസിനാ അലൈഹി അർബഅതു ഖൈറാ വജബതു ലഹുൽ ജന്നാ. മുത്തുനബി എവിടെന്ന് പറയുകയാണ്, ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് സ്വർഗമുണ്ടെന്നല്ല, സ്വർഗത്തിൽ പോകുമെന്നല്ല, സ്വർഗം കിട്ടുമെന്നല്ല. നബി തങ്ങൾ പറയുന്നു, ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ. ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ. ആ സ്വർഗം നിർബന്ധമായ മനുഷ്യനാരാ? പ്രായമുള്ള ഉപ്പയോട്, എന്റെ ഉമ്മയോട്, എന്റെ ചെറുപ്പക്കാരോട്, സഹോദരിമാരോട്, മക്കളെ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗം നിർബന്ധമായ അടിമയാരാണെന്നറിയുമോ? ഇന്ന് രാവിലെ പടച്ചവനെ പള്ളി ഉദ്ഘാടനമാണെന്നറിഞ്ഞപ്പോ വിദേശത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ടവർ ടിക്കറ്റ് എടുത്ത് ഉദ്ഘാടനത്തിന് കിടന്നു വന്നല്ലോ. മക്കളെ, സ്വർഗം ആർക്കുള്ളതാണെന്നറിയുമോ? സ്വർഗം നിർബന്ധമായ മനുഷ്യനാരാണെന്നറിയുമോ? അതിനുവേണ്ടി പരിശ്രമിക്കുക ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ സ്വർഗത്തെ കുറിച്ച് പഠിക്കേ, മനസ്സിലാക്ക്. പടച്ചവനെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. ആഗ്രഹിക്കണം ചെറുപ്പക്കാരാ. സ്വർഗത്തിൽ എല്ലാവർക്കും 33 വയസ്സേ ഉള്ളൂ. അവിടെ പ്രായമുള്ളവരില്ല, പടച്ചവനെ കുട്ടികളില്ല. എല്ലാവർക്കും 33 വയസ്സാണ്. ആണിനും പെണ്ണിനും 33 വയസ്സാണ്. അവിടെ കറുത്തവരില്ല, ഇരുനിറമുള്ളവരില്ല, ഗ്ലാമർ കൂടിയവരില്ല, ഗ്ലാമർ കുറഞ്ഞവരില്ല. അവിടെ എല്ലാവർക്കും ആരുടെ സൗന്ദര്യമാണെന്നറിയുമോ? പടച്ചവനെ, നമ്മൾ പലരെയും സൗന്ദര്യം കണ്ട് അത്ഭുതപ്പെടാറുണ്ടല്ലോ. ഐശ്വര്യറായിക്ക് വല്ലാത്ത ഗ്ലാമറാണെന്ന് പറയുന്നവരാ. സാക്ഷാൽ മമ്മൂട്ടിക്ക് വല്ലാത്ത ഗ്ലാമറാണെന്ന് പറയുന്നവരാ. എന്നാ ചെറുപ്പക്കാരാ, അതൊന്നും ഒരു ഗ്ലാമറല്ലടാ. ഗ്ലാമർ ആരുടെ ഗ്ലാമറാണെന്നറിയുമോ? ഈജിപ്തിലെ കൊട്ടാരത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ. യൂസുഫ് എന്ന് പറയുന്നത് ഇങ്ങനെ കൊട്ടാരത്തിന്റെ ഉള്ളിലൂടെ നടന്നു പോകുമ്പോ, യൂസുഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൊട്ടാരത്തിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്നു പോയപ്പോ ആപ്പിള് മുറിച്ചുകൊണ്ടിരുന്ന പെണ്ണുങ്ങള് അവരുടെ കയ്യിലിരുന്ന കത്തി കൊണ്ട് അറിയാതെ കൈവിരല് പോലും മുറിക്കുകയാ.
യൂസുഫ് നബി അലൈഹിസ്സലാം, ആ യൂസുഫ് നബി അലൈഹിസ്സലാം ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൗന്ദര്യമിന്റെ പടച്ചവന് സൗന്ദര്യത്തിന്റെ നേർ പകുതി അല്ലാഹു കൊടുത്തത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. സൗന്ദര്യത്തിന്റെ നേർ പകുതി അല്ലാഹു കൊടുത്തത് നബി തങ്ങൾക്കാണ്. പിന്നെ ഒരു പകുതി ഉണ്ടായിരുന്നു, ആ പകുതിയിൽ അല്ലാഹുവേ ആ പകുതിയിൽ നിന്ന് പകുതി കൊടുത്തത് യൂസുഫ് നബി അലൈഹിസ്സലാമിനാ. പിന്നെ ഉണ്ടായിരുന്നതൊരു കാലാണ്, ആ കാലാണ് ലോകത്തുള്ള സർവർക്കും അല്ലാഹു കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ യൂസുഫ് നബിയുടെ ഗ്ലാമർ ഒന്ന് ചിന്തിച്ചു നോക്ക്. ആ യൂസുഫ് നബിയുടെ സൗന്ദര്യമാണ് സ്വർഗത്തിൽ കടന്നു പോകുന്ന സ്വർഗവാസിക്കുള്ളത്. എല്ലാവർക്കും യൂസുഫ് നബിയുടെ ഗ്ലാമറാണ്. അവിടെ കഷ്ടപ്പാടില്ല, ദുരിതമില്ല, പ്രയാസമില്ല. അവിടെ നിസ്കരിക്കണ്ട, നോമ്പ് പിടിക്കണ്ട, സദക്ക കൊടുക്കണ്ട, വഅദ് പറയണ്ട, വഅദ് കേൾക്കണ്ട. പടച്ചവനെ ഒരാളും എന്തിനാണ് നീ അത് ചെയ്തതെന്ന് ചോദിക്കാറില്ല. ഇഷ്ടമുള്ളത് തിന്നാ, കുടിക്കാം, ആസ്വദിക്കാം, കഷ്ടപ്പെടേണ്ട കാര്യമില്ല. പടച്ചവനെ കുടുംബത്തെ പോറ്റേണ്ട കാര്യമില്ല. നിങ്ങളെ അടുക്കള ജോലി ചെയ്യണ്ട, ഭർത്താവിന്റെ വസ്ത്രം കഴുകണ്ട, മക്കളെ നോക്കണ്ട, വീട് തൂക്കണ്ട, ഒരു കഷ്ടപ്പാടും നിനക്കില്ല. എല്ലാത്തിനും അല്ലാഹു അതിനകത്ത് ആള് വെച്ചിരിക്കുകയാണ്. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടുപാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കും നീയൊരു പാസുരാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. ചെറുപ്പക്കാരാ, ഒരു ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അത് നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അവിടെ കഷ്ടപ്പാടില്ല, ഒരു കഷ്ടപ്പാടുമില്ല സഹോദരാ. അവിടെ രോഗങ്ങളില്ല, പടച്ചവനെ ദുർഗന്ധമില്ല, അവിടെ പകർച്ചവ്യാധികളില്ല. അല്ലാഹുവിന്റെ സ്വർഗമെന്ന് പറഞ്ഞാൽ അതാണ്. ആ സ്വർഗമല്ലേ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്. ആ സ്വർഗത്തിന്റെ അവകാശിയായ ഒരു മനുഷ്യനെ ഞാൻ പറഞ്ഞു തരാ. ആ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാണി സദസ്സിലിരിക്കുന്നുണ്ട്. പെങ്ങളെ, പെയ്യുന്ന മഴയ്ക്കകത്ത് കഷ്ടപ്പെട്ടുകൊണ്ട് വഅദ് കേൾക്കാമെന്ന ഉമ്മയോട് പറയുകയാ, ഉമ്മ, നിങ്ങളിൽ ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ, നിങ്ങളിൽ ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ. അല്ലാഹുവേ, ആ ഒരാളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് സ്വർഗം നിർബന്ധമാണ്. അല്ലാഹു ആ ഒരാളിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ ഒരാളിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഫാനും തിരിച്ചു വീടാം. അല്ലാഹു ആ ഒരാളിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അപ്പൊ ആ ഒരാളാരാ? ആ ഒരാളാരാ? ഈ സദസ്സിലിരിക്കുന്ന നമ്മളിൽ ഒരാൾക്ക് സ്വർഗം നിർബന്ധമാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരാള് നിങ്ങളെല്ലാവരും കൂടെ ഒരാളെ കാണിച്ചിട്ട് പറയുന്നു ഓൻ നല്ലവനാ എന്ന് പറയുന്നവനല്ല. നിങ്ങളെല്ലാവരും ഒരാളെ നോക്കിയിട്ട് പറയുന്നു ആ മനുഷ്യൻ നല്ലവനാ, ആ നല്ലവനാണെന്ന് പറയുന്ന മനുഷ്യനല്ല. പിന്നെ ആർക്കാണ് സ്വർഗം നിർബന്ധമാകുന്നത്? നാളെ മരിച്ച് അള്ളാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ ഒരാളെ കുറിച്ച് 4 പേര് ഇവൻ നല്ലവനാണ് പടച്ചവനെ എന്ന് പറയുന്നവന് സ്വർഗം നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോ ഒരാളെ നോക്കിയിട്ട് പറയുന്നു. എത്ര പേര്? 4 പേര്. 4 പേര് ഒരാളെ നോക്കിയിട്ട് പറയുന്നു, പടച്ചവൻ ഇവൻ നല്ലവനാണ് തമ്പുരാനെ
ഇവള് നല്ലവളാണ് പടച്ചവനെ എന്ന് ഒരാളെ കുറിച്ച് 4 പേര് പറഞ്ഞാൽ അവന് സ്വർഗമുണ്ട്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എത്ര പേര് പറയണം? എത്ര പേര് പറയണം? പറയണം. എത്ര പേര് പറയണം? 4 പേര് പറഞ്ഞാൽ സ്വർഗം കിട്ടും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറയോ? നിങ്ങളെ കുറിച്ച് പറയോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? എടോ, നിങ്ങൾ മരിച്ച നാൾ അല്ലാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോ നിങ്ങളെ കുറിച്ച് 4 പേര് പറയുമോ നിങ്ങൾ നല്ലവരാണെന്ന്? പറയോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? 4 ലക്ഷം പേരല്ല, 4 പേര് പറഞ്ഞാൽ മതി നീ നല്ലവനാണെന്ന്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ചിലരൊക്കെ ചിരിക്കുന്നുണ്ട്. അതിപ്പോ ആരെങ്കിലുമൊക്കെ ഉണ്ടപ്പോ 4 പേര് പറഞ്ഞാൽ സ്വർഗം കിട്ടുമെങ്കിൽ ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാന്ന് ഇപ്പോഴേ തീരുമാനിച്ചു. ഏതെങ്കിലും 4 പേര് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതെങ്കിലും 4 പേര് പറഞ്ഞാൽ സ്വർഗം കിട്ടോ? ഇല്ല. ഏതെങ്കിലും 4 പേര് പറഞ്ഞിട്ട് കാര്യമില്ല. പെങ്ങളെ, പറയേണ്ടവര് പറയണം. പെങ്ങളെ, വാപ്പമാരേ, കള്ളു കുടിച്ച് കഞ്ചാവടിച്ച് നടക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ നീ നല്ലവനാണെന്ന് പറഞ്ഞാ നിനക്ക് സ്വർഗം കിട്ടൂല. നീ നല്ലവനാണെന്ന് നിങ്ങളുടെ മഹല്ലിലെ ഇമാമ് നീ നല്ലവനാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ സ്വർഗം കിട്ടണമെന്നില്ല. നിങ്ങളുടെ ജമാഅത്തിന്റെ പ്രസിഡന്റ് പറയുകയാണ് നീ നല്ലവനാണെന്ന് പറഞ്ഞാ സ്വർഗം കിട്ടണമെന്നില്ല. എന്റെ വഅദ് കേൾക്കാമെന്ന് പെങ്ങളെ, കുടുംബത്തിലെ പെണ്ണുങ്ങള് പറയുകയാണ് അവള് നല്ലവളാണ്, അവള് നല്ലവളാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ സ്വർഗം കിട്ടണമെന്നില്ല. പിന്നെ ആരാണ് പറയേണ്ടത്? പറയേണ്ടത് 4 പേരാണ്. ആ 4 പേര് പടച്ചവനെ ഏതെങ്കിലും 4 പേരല്ല, നീയുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള 4 പേരാണ് പറയേണ്ടത്. ആ 4 പേരെ കൊണ്ടാണ് നമ്മൾ പറയിപ്പിക്കേണ്ടത്. അല്ലാഹുവേ, അങ്ങനെ പറയുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അതുകൊണ്ട് എല്ലാവരും നല്ലതുപോലെ കേൾക്കണേ. ആ 4 പേരാരാണെന്നറിയുമോ? ആ 4 പേരാരാണെന്നറിയുമോ? എന്ത് വേണമെങ്കിലും ചെയ്യ ചെറുപ്പക്കാരാ. വസ്തു വാങ്ങിക്കൊടുക്കണോ? വീട് വെച്ച് കൊടുക്കണോ? സ്വർണം വാങ്ങിക്കൊടുക്കണോ? കാറെടുത്ത് കൊടുക്കണോ? മക്കളെ, എന്ത് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല. അല്ലാഹുവേ, 4 പേരെ റെഡിയാക്കി നിർത്തണേ. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ നിന്നെ കുറിച്ച് നല്ലത് പറയാൻ, നിനക്ക് വേണ്ടി സാക്ഷി പറയാൻ. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസ് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നല്ലോ. അതുകൊണ്ട് 4 പേരെ റെഡിയാക്കണേ. ആ 4 പേരിൽ ഒന്നാമത്തെ മനുഷ്യനാരാ? ആ 4 പേരിൽ ഒന്നാമത്തെ ആളാരാ? പടച്ചവനെ, നമ്മളെ കുറിച്ച് നല്ലത് പറയേണ്ട ഒന്നാമത്തെ ആളാരെന്നറിയുമോ? പഠിക്കണേ ചെറുപ്പക്കാരാ, അമ്മമാരെ പഠിക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പഠിക്കാം. ഒന്നാമതാരാണ് നമ്മളെ കുറിച്ച് നല്ലത് പറയേണ്ടത്? എപ്പോഴാണ് പറയേണ്ടത്? പടച്ചവനെ, ഈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഒരു ദിവസം വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി നീ മരണപ്പെട്ടു പോയെന്ന് വിളിച്ചു പറയുന്ന ദിവസമുണ്ടല്ലോ. നാട്ടുകാര് മുഴുവനും നിന്റെ വീട്ടിലേക്ക് ഓടുകയാണ്, ടാർപ്പ് കെട്ടുകയാണ്, കസേര നിരത്തുകയാണ്. അല്ലാഹുവേ, പലരും വന്ന് വീടിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. ഖബർ കുഴിക്കണം, പടച്ചവനെ, കഫം തുണി വാങ്ങണം, വല്ലാത്ത തിരക്കാ. അന്ന് വിളിക്കാതെ തന്നെ ജനങ്ങൾ മുഴുവനും വീട്ടിൽ വരുന്ന ദിവസമാ. വീടിന്റെ സൈഡിൽ വലിയ പാത്രത്തിനകത്ത് വെള്ളം തിളപ്പിക്കുകയാണ്, നിന്നെ കുളിപ്പിക്കാനുള്ള സ്ഥലമൊരുക്കുകയാണ്. താങ്ങിയെടുത്തു കൊണ്ടുപോയി മലർത്തി കിടത്തിയിട്ട് വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റുകയാണ്. അല്ലാഹുവേ, നജസ്സുകൾ മുഴുവനും കഴുകി ശുദ്ധമാക്കുകയാ. നഖത്തിനടിയിൽ അഴുക്കുകൾ പോലും എടുത്തു കളയുകയാണ്. എന്നിട്ട് നിന്നെ നല്ലതുപോലെ സുഗന്ധമെല്ലാം നല്ലതുപോലെ എവിടെ നിന്ന്
കുളിപ്പിക്കുകയാണ്. എന്നിട്ട് സുഗന്ധമിട്ട വെള്ളം അങ്ങൊഴിക്കുകയാണ്. പടച്ചവനെ നല്ലതുപോലെ ഉളുവെടുപ്പിക്കുകയാണ്. എന്നിട്ട് നല്ല വൃത്തിയായി തുടച്ച് നിന്നെ ശുദ്ധിയാക്കുകയാണ്. എന്നിട്ട് നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ധരിക്കാത്ത കഫം തുണിയുണ്ടല്ലോ, ആ വെള്ള തുണിക്കകത്ത് നിന്നെ പൊതിയുകയാ. എന്നിട്ട് വീടിന്റെ ആ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, എല്ലാവരും ഒന്ന് മാറി നിൽക്കാൻ, എല്ലാവരും ഒന്ന് മാറി നിൽക്കാൻ. അതാ എല്ലാവരും അനുസരണയോടെ മാറുകയാണ്. എത്ര തിരക്കാണെങ്കിലും എല്ലാവരും മാറി നിൽക്കുകയാണ്. അതാ 6 പേര് കൈയിങ്ങനെ കോർത്തു പിടിച്ച് നിന്നെ എടുത്തുകൊണ്ട് വന്ന് വിരിച്ചിട്ടിരിക്കുന്ന 3 കഷ്ടം തുണിയുടെ മുകളിൽ മലർത്തി കിടത്തുകയാ. റബ്ബേ, നിന്റെ വീട്ടിൽ ഇതുപോലെ ഒരിക്കലും ജനം കൂടിയിട്ടില്ല. അവിടെ ആണെന്നില്ല, പെണ്ണെന്നില്ല, മതവിശ്വാസികളും അമുസ്ലിമീങ്ങളും എല്ലാവരും വന്നിട്ടുണ്ട്. കുടുംബക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, അയൽവാസിയുണ്ട്, കൂടെ പഠിച്ചവരുണ്ട്. ആർക്കും പരാതിയില്ല, വിളിച്ചില്ല എന്ന്. അങ്ങനെ എല്ലാവരും നിന്റെ മയ്യത്തിന്റെ ചാരത്തിങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ ആരോ ഒരാള് ചോദിക്കുന്നു, എവിടെ ആ സുഗന്ധം തേച്ച പഞ്ഞി എവിടെ? എന്തിനാണ് പഞ്ഞി തിരക്കുന്നതെന്നറിയുമോ? ചെറുപ്പക്കാരാ, മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. കാണേണ്ടവരൊക്കെ കണ്ടോ, കാണേണ്ടവരൊക്കെ കണ്ടോ, ഇതാ പൊതിയാ പോകുകയാണ്, ഇതാ പൊതിയാ പോകുകയാണ്. എല്ലാവരും നിന്നെ ജീവിതത്തിൽ അവസാനമായിട്ടൊന്ന് കാണുന്നതിന് വേണ്ടി തിരക്ക് കൂട്ടിയപ്പോ ആരോ വിളിച്ചു പറയുന്നു, കണ്ടതൊക്കെ മതി പൊതിയാൻ. അവിടെ നിന്ന് പൊതിയുകയാണ്. നിങ്ങളുടെ പള്ളിയിൽ നിന്ന് വീടിന്റെ മുമ്പിൽ ഒരു വാഹനം ഫ്രീ ആയിട്ട് വന്നിരിക്കുകയാണ്. കേറാത്ത വീടില്ലടോ. ഏത് കൊട്ടാരത്തിലും കയറി വരുന്ന വാഹനമാണ്. ഏത് പണക്കാരന്റെയും വീട്ടിലേക്ക് കടന്നു വരുന്ന വാഹനമാണ്. പടച്ചവനെ, മോഡലിന് വ്യത്യാസമൊന്നുമില്ല. അതാ ഓരോ വർഷം കഴിയുമ്പോഴും പടച്ചവനെ വാഹനങ്ങൾ വ്യത്യാസം വരാറുണ്ടല്ലോ. മയ്യത്ത് കെട്ടിലെന്ന് പറയുന്ന വാഹനത്തിന് വ്യത്യാസമൊന്നുമില്ല. ടാക്സ് വേണ്ട, നമ്പർ വേണ്ട, ഇൻഷുറൻസ് വേണ്ട, പെട്രോൾ വേണ്ട, ഡീസൽ വേണ്ട, ഡ്രൈവർ വേണ്ട, ഫ്രീ സർവീസ് മോനെ. വീടിന്റെ മുറ്റത്ത് കൊണ്ടുവച്ചിരിക്കുകയാണ്. അതിലേക്ക് എടുത്തങ്ങ് കിടത്തുകയാണ്. 6 പേര് ചുമന്നുകൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുവരികയാണ്. അല്ലാഹുവേ, മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുകയാണ്. പടച്ചവനെ, പിന്നെ എങ്ങോട്ടുള്ള ജീവിതത്തിലാണ് നിന്നെ കുറിച്ച് പറയേണ്ടത്? ആ പറയേണ്ട ഒന്നാമത്തെ ആളാരെന്നറിയുമോ? നമുക്ക് ചരിത്രമൊന്ന് വായിച്ചു നോക്കാം, നമുക്ക് ചരിത്രമൊന്ന് വായിച്ചു നോക്കാം. നമ്മളെ കുറിച്ച് നല്ലത് പറയേണ്ട ഒന്നാമത്തെ ആളാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹു. ലോകമറിയുന്ന പണ്ഡിതനാണ് സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകളെ പടച്ചവനെ ലോകത്തോട് വിട പറയുകയാ. സാബിത്ത് ബിൻ അസ്ലം എന്ന് പറയുന്ന മഹാനുണ്ടല്ലോ, ലോകത്തോട് വിട പറയുകയാണ്. പടച്ചവനെ, കാട്ടുതീ പടരുന്നത് പോലെ നാട് മുഴുവനും മരണവാർത്ത പടരുകയാണ്. എവിടെ നിന്നാണ് ജനം വന്നതെന്നറിയില്ല. മയ്യത്ത് കാണാനും നിസ്കരിക്കാനും
നിസ്കരിക്കുവാനും ഇവിടെ ഇന്നോ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും പടച്ചവനെ ജനങ്ങൾ കടന്നു വരികയാണ്. സാബിത്ത് ഇബ്നു അസ്ലം റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കുളിപ്പിക്കുകയാണ്, പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞപ്പോ സാബിത്ത് ഇബ്നു അസ്ലം റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കൊണ്ടുപോയി 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുകയാണ്. മയ്യത്തടക്കാം വന്നവർ മുഴുവനും മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും തറത്തൻ ഉഖ്റാ.